ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവിൽ നടന്നത്. ബിഗ് ബോസ് ഇന്ന് മോർണിംഗ് ടാസ്ക് കൊടുത്തത് 7ന്റെ അല്ല 16ന്റെ പണി തന്നെയാണ്. ഓരോരുത്തരായി വന്ന് പി ആർ വർക്കുള്ള ഒരാളുടെ പേരും പി ആർ വർക്ക് ഇല്ലാത്ത ഒരാളുടെ പേരും പറയുക. ടാസ്ക് തുടങ്ങിയപ്പോൾ ഓരോരുത്തരായി വന്ന് വീട്ടിൽ പി ആർ ഇല്ലാതെ നിൽക്കുന്ന ആളുടെ പേരുകളും പി ആർ ഉള്ള ആളുടെ പേരും പറയാൻ തുടങ്ങി. ലക്ഷ്മി, നെവിൻ, അനീഷ് ഇവരൊന്നും പി ആർ ഇല്ലാതെയാണ് നിൽക്കുന്നതെന്ന് കുറച്ച് ആളുകൾ പറഞ്ഞു. എന്നാൽ കൂടുതൽ മത്സരാർത്ഥികളും പി ആർ ഉള്ള ആളുടെ പേര് പറഞ്ഞത് അനുമോളുടെയാണ്. അനുമോൾക്ക് നല്ല പി ആർ ഉണ്ടെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. കാരണം ചില ചാനലുകളൊക്കെ അനുമോൾക്ക് വേണ്ടി മാത്രം ഉള്ളതാണ്. അനുമോളെ സപ്പോർട്ടില്ലായിരുന്ന ചാനലുകളും ഇപ്പോൾ അനുമോൾക്ക് സപ്പോർട്ടായിട്ട് വരുന്നുണ്ട്. പിന്നീട് അനുമോള് വന്ന് എനിക്ക് പി ആർ ഇല്ല എന്ന് പറഞ്ഞ് പൊട്ടിത്തെറിച്ചു. ഓവറായിട്ട് ഇമോഷൻസ് കാണിക്കാനും ടാസ്ക് കുളമാക്കാനും ശ്രമിച്ചു. അപ്പോൾ ബിഗ് ബോസ് ഇടപെട്ട് ഇങ്ങനെയല്ല ടാസ്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. പിന്നീട് തുടർന്ന് അനുമോള് പി ആർ ഇല്ലാതെ നിൽക്കുന്നയാള് അനീഷ് എന്നും പി ആർ ഉള്ളയാള് ബിന്നി എന്നും പറഞ്ഞു. പിന്നീട് വന്ന ബിന്നി അനുമോളുടെ എല്ലാ വാദങ്ങളും പൊളിച്ചടുക്കി. അനുമോള് എന്നോട് അവൾക്ക് പി ആർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, എമൗണ്ട് എത്ര കൊടുത്തിട്ടുണ്ടെന്ന് വരെ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് ബിന്നി പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ആദിലയോടും നൂറയോടും പറഞ്ഞേനെ, അവർക്ക് പോലും അറിയാത്ത കാര്യങ്ങൾ നിനക്കെങ്ങനെ അറിയാം എന്നെല്ലാം അനുമോള് ചോദിച്ചു. നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എമൗണ്ട് വരെ പറഞ്ഞിട്ടുണ്ടെന്ന് ബിന്നി പറഞ്ഞു. എത്രയാണ് എമൗണ്ട് എന്ന് അനുമോള് ചോദിച്ചു. മൊത്തം 16 ലക്ഷത്തിന്റെ പി ആർ ആണെന്നും അഡ്വാൻസ് 50,000 കൊടുത്തിട്ടുണ്ടെന്നും നീ എന്നോട് പറഞ്ഞു എന്നാണ് ബിന്നി പറയുന്നത്. ബിന്നി ഇത്രയും വലിയൊരു കള്ളം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അവിടെ എല്ലാവർക്കും പി ആർ ഉണ്ട്. കാരണം ചില മത്സരാർത്ഥികളെ മാത്രം പൊക്കി പറയുന്ന, പ്രൊമോട്ട് ചെയ്യുന്ന ചില ചാനലുകളുണ്ട്. അതെല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും എല്ലാവർക്കും പി ആർ ഉണ്ടെന്ന്.